ഇപ്പൊ എത്ര നാളായി സോളാർ വെച്ചിട്ട്? സോളാർ വെച്ചിട്ട് 2023 ഡിസംബർ 13 വെച്ച സോളാറാണ്. അത് സോളാർ വെച്ചതിന് ശേഷം എത്ര വട്ടം KCB ഓഫീസിൽ പോയിട്ടുണ്ട്? ഒരു 15 പ്രാവശ്യത്തിൽ 15 ഒരു 20 പ്രാവശ്യം പോയി. സോളാർ വെച്ച് കണക്ഷൻ കിട്ടിയതിന് ശേഷം എന്തുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് പ്രൊഡക്ഷൻ എത്രയെന്ന് അറിയാൻ പറ്റുന്നുണ്ട്? പ്രൊഡക്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അബൌട്ട് നല്ല ചൂടുള്ള സമയത്ത് 20 യൂണിറ്റ് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ട്. പക്ഷെ കൺസംഷൻ 24 യൂണിറ്റ് വേണമെങ്കിൽ, അതായത് 5 kW സോളാറാണ് വെച്ചേക്കുന്നത്. അപ്പൊ ഒരു 4 യൂണിറ്റ് വെച്ചിട്ട് 20 കിട്ടേണ്ടത്. നമുക്ക് അതിൽ കൂടുതൽ ചില സമയത്തൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതലാണ് ഇവിടെ കൺസ്യൂം ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇമ്പോർട്ട് കൂടുതലായിരുന്നു. ഇമ്പോർട്ട് കൂടുതൽ, എക്സ്പോർട്ട് ഉണ്ട്, ഇമ്പോർട്ടും ഉണ്ട്. എക്സ്പോർട്ടിന്റെ മുകളിലാണ് ഇമ്പോർട്ട് വരുന്നത്. 4 യൂണിറ്റ്. നെറ്റ് ബാലൻസ് എന്ന് പറയുന്നത് നമുക്ക് മൈനസ് ആയിരുന്നു. ബോഡിയിൽ നിന്ന് ഇങ്ങോട്ട് മേടിക്കുകയാണ് ചെയ്തിരുന്നത്. കറക്റ്റ് അല്ലേ? അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ നമ്മൾ എന്ത് ചെയ്തു? മീറ്ററിനെ കുറ്റപ്പെടുത്തി. ബില്ലിങ്ങിന്റെ പ്രശ്നമെന്ന് പറഞ്ഞു കറണ്ട് കാശ് നല്ല എമൗണ്ട് വരെ വന്നിട്ടുണ്ട്. 2-3 പ്രാവശ്യം നമ്മൾ ബില്ല് വന്നു കഴിഞ്ഞപ്പോ ഞാൻ തന്നെ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് കറണ്ട് കാശ് കൂടുതലാന്ന് പറഞ്ഞപ്പോ മീറ്ററിന് തകരാറൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല നോക്കിയിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ സാറ് തന്നെ എനിക്ക് സജഷൻ തന്നു. ഒരു ഇലക്ട്രീഷ്യൻ വിളിച്ച് ഫുൾ പോയിന്റ്സ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ചെക്ക് ചെയ്തപ്പോൾ ഒരു 10-15 വർഷം പഴക്കമുള്ള ഫ്രിഡ്ജിന്റെ മുകളിലിരിക്കുന്ന ഒരു സ്റ്റെബിലൈസറും 2 AC സ്റ്റെബിലൈസറുമാണ് ഈ പവർ കൺസ്യൂം ചെയ്യുന്നത് മനസ്സിലായി. അത് അതിന് മുമ്പ് ഒരു കാര്യമാണ്, മീറ്റർ കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ TMR മീറ്റർ ടെസ്റ്റ് ചെയ്യിക്കാൻ വിട്ടു. ചേട്ടൻ അതിന്റെ പൈസ അടച്ചപ്പോ ഞാൻ ഒരു കാര്യം പറഞ്ഞു, മീറ്ററിന് തകരാറൊന്നും ഇല്ല എങ്കിൽ ചേട്ടൻ ഈ പൈസ അടച്ചു വെക്കുള്ളൂ. മീറ്ററിന് തകരാറുണ്ടെന്ന് TMR കൺഫേം ചെയ്ത് പറയുകയാണെങ്കിൽ ചേട്ടൻ ബില്ല് ക്യാൻസൽ ചെയ്ത് തരുമെന്ന് മാത്രമല്ല ചേട്ടൻ ന്യായമായ അവകാശങ്ങൾ പാലിച്ചിട്ടുണ്ടോ. ചേട്ടൻ അത് ഓക്കെ പറഞ്ഞു. ചേട്ടൻ ഒരു തർക്കത്തിന് നിന്നില്ല, ഓക്കെ പറഞ്ഞു. പൈസ എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് പൈസ ഡേറ്റ് കഴിഞ്ഞേക്ക് മുമ്പ് തന്നെ ബില്ല് വന്ന സ്ഥിതിക്ക് ചേട്ടൻ പൈസ അടച്ചു. എനിക്ക് ഓർമ്മയുണ്ട്, ചേട്ടൻ അഡ്വാൻസ് തന്നെ പൈസ അടച്ചു. പൈസ അടക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു പൈസ അടച്ചോ കുഴപ്പമൊന്നുമില്ല, മീറ്ററിന് തകരാറുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടുന്നു. മീറ്ററിന് തകരാറില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു ആരെങ്കിലും ഒന്ന് പരിശോധിപ്പിക്കണമെന്ന് പറഞ്ഞു. ചേട്ടൻ അത് പരിശോധിച്ചു. ഇനി പറയാം ചേട്ടനെ സംഭവിച്ചെന്നാണ്. സംഭവിച്ചതിൽ 23 ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 7 മാസത്തെ ലോസ് എന്ന് പറഞ്ഞാല് ഏകദേശം ഒരു 1500 യൂണിറ്റ് എനിക്ക് ലീക്കായി പോയി. 1800 യൂണിറ്റ് എന്റെ സേവിങ്സിനോട് പോയി കിട്ടി. പിന്നെയും അത് ക്ലിയർ ചെയ്ത് വന്നത് ഈ പറയുന്ന കംപ്ലൈന്റ് പരിഹരിച്ചു കഴിഞ്ഞതിന് ശേഷം ചേട്ടന് പിന്നെ ആ മാസം മുതൽ ബാങ്കിങ് യൂണിറ്റ് കൂടിക്കൂടി വരാണ്. അതായത് ആ ജൂലൈയിലാണ് ഇത് ക്ലിയർ ചെയ്തത്. 7 മാസം 7 മാസം കഴിഞ്ഞ ശേഷം ക്ലിയർ ചെയ്തതിനു ശേഷം ഇപ്പൊ 1053 യൂണിറ്റ് 1053 യൂണിറ്റ് ഇപ്പൊ ബാങ്കിങ് യൂണിറ്റ് ആയിട്ട് കിടപ്പുണ്ട്. ഗ്രിഡിലേക്ക് പോയിട്ടുണ്ട്. 7 മാസം 00 ആയിരുന്നു. 7 മാസം 00 ആയിരുന്നാണ് ലാസ്റ്റ് ബില്ല് എന്ന് പറയുന്നത്. 1/3 റീഡിംഗ് എടുത്ത സമയത്ത് നിലവിലെ ബാങ്കിങ് യൂണിറ്റ് എന്ന് പറയുന്നത് 1053. 7 മാസം കൊണ്ട് 1053 ബാലൻസ് ആയി. അപ്പൊ ചേട്ടന് അതുവരെയുള്ള പൈസ മുഴുവൻ പോവുകയുമായിരുന്നു. ചേട്ടന് മാത്രമല്ല പൊതുസമൂഹത്തിന് നഷ്ടമുണ്ട്. കാരണം ഇതൊരു നാഷണൽ വേസ്റ്റ് ആണ്. അതെന്താ സംഭവിച്ചു വെച്ചാല് പവർ കൺസപ്ഷൻ സ്റ്റേബിൾ ആയപ്പോ നമുക്ക് ആവറേജ് എടുക്കാൻ പറ്റും. മാക്സിമം 13-14 യൂണിറ്റ് വരേണ്ടടുത്ത് 24 പോയിരുന്നത്. അപ്പൊ തന്നെ എത്ര യൂണിറ്റ് ആണ് വ്യത്യാസം വരുന്നത്? ഒരു ദിവസം 10 യൂണിറ്റിലേറെ വേസ്റ്റ് ആയി പോയി. അപ്പൊ എത്ര 300 ആയില്ലേ? ഒരു മാസം 6 മാസം 300 നേരെ കണക്കാണ്. അത്രയും യൂണിറ്റ് ബാങ്കിങ് യൂണിറ്റ് ആയിട്ട് കിട്ടേണ്ടിയിരുന്ന സാധനം ഉൽപാദനത്തെക്കാളും കൂടുതൽ ലീക്കായി പോയ സമയത്ത് 24 വരെ വന്നിട്ടുണ്ട്. 20 പ്രൊഡക്ഷൻ ഉള്ള സമയത്ത് ചിലപ്പോ 24 ഉപയോഗിച്ചു പോയിട്ടുണ്ട്. ഉപയോഗിച്ചാൽ ലീക്കേജ് ഉൾപ്പെടെ വീട്ടിലെ കൺസംഷൻ ഇപ്പൊ 7 മാസമായിട്ട് കൺസംഷൻ സ്റ്റേബിൾ ആണ്. അല്ല, കൺസംഷൻ നേരത്തെ സ്റ്റേബിൾ ആണ്, മറ്റത് ലീക്കാണ്. ഇതിന്റെ സംഭവം വെച്ചാല് ഈ മൺസൂൺ ടൈമില് 8 യൂണിറ്റ് ഒക്കെ ചെല്ലുള്ളൂ. ഉപയോഗിക്കുന്നില്ല. നവംബർ ഡിസംബർ തൊട്ട് ആ 8, 9, 10, 11, 12 ഇപ്പൊ ഈ പീക്ക് ടൈമില് 13, 14 ആ ലെവലിലേക്ക് എത്തും. എന്നാലും പ്രൊഡക്ഷൻ അബൌട്ട് 20 ഉണ്ട്. അപ്പൊ എങ്ങനെയാലും 6-7 യൂണിറ്റ് ദിവസം സേവിങ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ചേട്ടൻ ഈ പൊതുസമൂഹത്തിനോട് കള ഉയർത്താവുന്നതാണ്. സാബുസാർ നേരത്തെ പറഞ്ഞു തന്നെ, അതായത് ഈ സോളാർ ചെയ്യണേക്ക് മുമ്പ് നമ്മളൊരു പ്രൊസ്യൂമർ ആവണേക്ക് മുമ്പ് എങ്കിലും എല്ലാവരും ചെയ്യണം. പ്രൊസ്യൂമർ ആവണേക്ക് മുമ്പെങ്കിലും ഓരോ വീട്ടിലും വയറിംഗ് ഒന്ന് പരിശോധിച്ച് ലീക്കേജ് ഇല്ല എന്നും വയറിംഗ് സ്ട്രെങ്ത് ആണെന്നും നമുക്ക് ബോധ്യപ്പെടണം. കാരണം എന്തായാലും നല്ലൊരു പൈസ ചെലവാക്കണം. നമുക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനും കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് നമ്മൾ സോളാർ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്രൊസ്യൂമർ ആവണം. അപ്പൊ ഒരു കൺസ്യൂമർ പ്രൊസ്യൂമർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പുറത്തേക്ക് വൈദ്യുതി കൊടുക്കുന്ന ആളാണ്. അത് പുറത്തുള്ള ആൾക്കാർക്കും കൂടി ഉപകാരപ്പെടുന്നതാണ്.
അത് നഷ്ടം കുറച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അഥവാ ലീക്കേജ് ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ലീക്കേജ് ഇല്ലെങ്കിലേ നമുക്ക് സേവിങ്സ് ഉള്ളൂ. സേവിങ്സ്. അപ്പൊ ബാങ്കിങ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ലീക്കേജ് ഇല്ല എന്ന് കൂടി ഉറപ്പുവരുത്തണം. പിന്നെ കൂടാതെ ഒരു കാര്യം കൂടി ചെയ്യണം, ഉപഭോഗത്തിന്റെ കാര്യത്തില് കാര്യക്ഷമത വേണം. കാര്യക്ഷമത എന്ന് പറയുന്നത് ആവശ്യമില്ലാത്തതിന് ഉപയോഗിക്കരുത്. നിങ്ങൾ ഇപ്പൊ ഇത്രയും ബാലൻസ് ഉണ്ടാവണതിന്റെ കാരണം ഇവിടെ ഉപകരണങ്ങളില്ല ഇതൊന്നുമല്ല. എ സി ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ആവശ്യം നോക്കി ആ സമയത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതൊരു വലിയ കാര്യമാണ്. അത് എല്ലാവരും അത് പാലിക്കേണ്ടതാണ്. എന്തായാലും നമുക്കൊരു അനുഭവത്തിൽ നിന്നാണ് ഈ പാഠം പഠിച്ചത്. അത് വലിയ കാര്യം. താങ്ക് യു. ഓക്കെ.